Let's now embark on our first session, graciously partnered by Elite Properties and Ventures. We are discussing reading and writing. Participants are Srijit Peruthachan, Rema Prasanna Pishadi, Indira Balan, and Satish Thotasheri. Please be on the stage. പ്രിയമുള്ളവരെ, ഇന്നത്തെ സെഷൻ വായനയും എഴുത്തും എന്നുള്ളതാണ്. നമുക്കറിയാം, വായന അതൊരു വെളിച്ചമാണ്. അറിവിൻ്റെ വെളിച്ചം, അനുഭൂതിയുടെ വെളിച്ചം എല്ലാം നമ്മളിലേക്ക് പകരുന്നത് വായനയാണ്. ഈ വായനയും എഴുത്തും എന്നുള്ളതൊരു വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ കൂടെ ഒരു ഐസ്ബർഗിൽ, ഒരു മഞ്ഞമുനയിൽ തൊടുന്ന പോലെ ഈ വിഷയത്തെ സാർത്ഥകമായിട്ട് ചർച്ചയിലൂടെ നമുക്ക് പുറത്തെടുക്കാമെന്ന് കരുതുന്നു. നമ്മുടെ അതിഥിയായിട്ട് നമുക്കിന്ന് ശ്രീജിത്ത് പെരുന്തച്ചൻ ഇവിടെയുണ്ട്. മറ്റ് രണ്ട് പാനലിസ്റ്റുകളെ നമുക്കറിയാവുന്നതാണ്. ബാംഗ്ലൂർ മലയാളികൾക്ക് വളരെ സുപരിചിതരായിട്ടുള്ളവരാണ് രമാ പ്രസന്ന പിഷാരുടെയും ഇന്ദിരാ ബാലനും. എഴുത്തിൽ വളരെ സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്നതാണ്. പ്രവാസി എഴുത്തുകാരിൽ, പ്രത്യേകിച്ച് കവിതയുടെ മേഖലയിൽ ജ്വലിച്ചു നിൽക്കുന്ന രണ്ട് നക്ഷത്രങ്ങളെന്ന് വേണമെങ്കിൽ നമുക്കിവരെ വിശേഷിപ്പിക്കാം. ശ്രീജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാഹിത്യത്തിൻ്റെ വൈവിധ്യമാർന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പരമ്പരാഗത എഴുത്ത് ഭാവത്തിൽ നിന്ന് വഴിതെറ്റി ചില പ്രത്യേക വിഷയങ്ങൾ, ഗവേഷണാത്മകമായിട്ടുള്ള വിഷയങ്ങൾ, നമ്മുടെ എഴുത്ത് സർഗാത്മകമായിട്ട് രംഗത്തുള്ളവരുടെ എഴുത്ത് ശീലങ്ങളെക്കുറിച്ച് അങ്ങനെ നമുക്ക് അറിയാൻ ഔത്സുക്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഗവേഷണം ചെയ്യുകയും അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീജിത്ത് പെരുന്തച്ചൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തുമേശ, കഥാനുറുങ്ങ് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഒട്ടേറെ രസകരമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പുസ്തകങ്ങളാണ്. നമുക്ക് ശ്രീജിത്തിൽ നിന്ന് തുടങ്ങാം. ശ്രീജിത്ത് പെരുന്തച്ചൻ ഒരു പക്ഷേ അങ്ങ് വളരെയധികം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം ഇത്. ഈ പെരുന്തച്ചൻ എന്ന പേരുമായിട്ടുള്ളൊരു ബന്ധം പലരും തങ്ങളോട് ചോദിക്കേണ്ടായിട്ടുണ്ട്. പെരുന്തച്ചൻ എന്ന് പറയുമ്പോൾ ഉള്ളിയന്നൂർ എവിടെ വീടെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കേൾവിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ പേര് വരാനുള്ളൊരു കാരണം എന്നുള്ളൊരു ആമുഖത്തോടു കൂടി നമുക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് തുടങ്ങാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ചോദ്യം പണ്ട് സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ഉത്തരം പറയേണ്ടി വരുന്നത് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ സുധാരൻ രാമന്തളി സാർ ഇരിക്കുന്നു. പിന്നെ ഞാൻ പലതരത്തിൽ വായനയ്ക്കിടയിൽ മനസ്സിലാക്കിയവരാണ് എന്നോടൊപ്പം ഇരിക്കുന്ന പലരും. അപ്പോൾ സതീഷേട്ടൻ ചോദിച്ച ചോദ്യം, അതായത് ഒത്തിരി ആളുകൾ എന്നോട് ഈ പേരിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കോഴിക്കോട് ഒരു അത്യാവശ്യം ആനന്ദ് അവിടെ വരുന്നു. അപ്പം വർഷങ്ങളായി, 10-15 കൊല്ലമായി. അപ്പം ഞാൻ ആനന്ദിനെ കാണാൻ ചെന്നപ്പോൾ ആനന്ദ് ഇങ്ങനെ എന്ത് സംസാരിക്കും എന്നൊക്കെയുള്ള ആദ്യം എന്നെ അറിയാം, അല്ലാതെ ചെറിയ രീതിയിൽ എൻ്റെ അടുക്ക ഒരു വാക്ക് ഇങ്ങനെ വളരെ പതുക്കെ ഇല്ല. ഞാൻ പറഞ്ഞ ചിത്രശലഭം ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലോട്ട് പോകുന്ന പോലെ എൻ്റെ അടുക്ക ചോദിച്ചു, ഈ പെരുന്തച്ചൻ എന്നുള്ളത് എങ്ങനെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടുപേരാണ് പെരുന്തച്ചൻ അഴികത്ത്. അപ്പോഴും ആനന്ദിൻ്റെ ചുറ്റും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ എന്തോ എൻജിനീയറിങ്ങിൻ്റെ ഒരു പരിപാടിക്ക് വന്നതാണ് ആനന്ദ്. സാഹിത്യ പരിപാടിയൊന്നുമല്ല. പണ്ട് പഠിച്ച ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒന്നിച്ച് പഠിച്ച ഒരാളുടെ ചരമവാർഷികമോ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെ വീട്ടുപേര്. അപ്പോൾ വീണ്ടും പതുക്കെ, വളരെ പതുക്കെ, ചെവി പറയുന്ന പോലെ ആനന്ദിൻ്റെ ചോദ്യം, അങ്ങനെ ഒരു വീട്ടുപേര് വീട് ഇപ്പോഴും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും കത്ത് വരുന്നത് ആ പേരിലാണ്. പോസ്റ്റ്മാൻ ഇപ്പോഴും എഴുത്തു കൊണ്ട് തരുന്ന ആ പേരിലാണ്. പെരുന്തച്ചൻ അഴികത്തെന്നാണ് എൻ്റെ വീട്ടുപേര്. കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെരുന്തച്ചൻ അഴികത്തെന്നുള്ള വീട്ടുപേര് ഞാൻ അങ്ങനെ ചെന്നു. മനോരമയിൽ ജോലിക്ക് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് എനിക്കവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരെന്നോട് പറയുമായിരുന്നു, എന്നാൽ പിന്നെ നമുക്ക് ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നാക്കിയാലോ. ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞൊരു നിമിഷമായിപ്പോയി. കാര്യം അത് ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. കാര്യം വെച്ചാൽ ഞാൻ ഒന്നും അതിൽ ചെയ്തില്ല. പെരുന്തച്ചൻ അഴികത്തെന്നുള്ള വീട്ടുപേരിൻ്റെ പകുതി പെരുന്തച്ചൻ എന്ന് മാത്രം എടുത്തു. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ
എഴുതി തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഒത്തിരി നാൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പേരിൽ എഴുതണം. അപ്പോൾ അത് എന്നെ മക്കളെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നോടൊക്കെ പറയാം, എൻ്റെ വീടിൻ്റെ പേരാണെങ്കിൽ സ്ഥലത്തിൻ്റെ പേരാണ് ഇടാൻ കൊള്ളില്ല, സ്ഥലം ഇഷ്ടമാണെങ്കിൽ വടക്കുംതല എന്നൊരു ഗ്രാമമാണ്, വടക്കുംതല ശ്രീജിത്ത് എന്നിടാൻ പറഞ്ഞു. ഞാൻ ഇന്നും ഓർക്കുന്നു, എനിക്ക് പഠിക്കുന്ന കാലത്ത് മേതിലിനെ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം മേതിൽ രാധാകൃഷ്ണൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ഇഷ്ടം കാരണം അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നടന്ന് പോകണം. മേതിൽ എൻ്റെ കൂടെ നടക്കുക. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് കണ്ടു, വടക്കുംതല കിഴക്ക് പിയ്യോ. അപ്പം മേതിൽ എന്നോട് ചോദിച്ചു, ഇതെന്താ ഈ വടക്കുംതല കിഴക്ക് പിയ്യോ? വടക്കുമല്ല കിഴക്കുമല്ല, ഇതൊരു തരം ആധുനിക കവിത പോലെ ഉണ്ടല്ലോ, ആ പട തലതിരിഞ്ഞ് എന്ന് ഒരു 20 കൊല്ലം മുന്നേ എന്നോട് ചോദിച്ചു. 20 അല്ല 25 കൊല്ലമായി. അപ്പോൾ അങ്ങനെ അപ്പൂപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ മുത്തച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏത് പേരിൽ എഴുതണം. അപ്പോൾ ശ്രീജിത്ത് വടക്കുംതല എന്ന് എഴുതണം, വടക്കുംതല ശ്രീജിത്ത് എന്ന് എഴുതണം. അതുപോലെ എൻ്റെ വീടിനടുത്താണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പന്മന ആശ്രമം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥാനമായ പന്മന ആശ്രമം. അങ്ങനെ ആ പന്മന എന്നുള്ള നല്ലൊരു പേരായതുകൊണ്ട് എടുക്കണം. ഇങ്ങനെ പല പേരിലൊക്കെ എഴുതി കുറേ കാലത്ത്. പക്ഷേ ഞാനിപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു പേരിൻ്റെ സാധ്യത എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നത് മനോരമയിൽ തോമസ് ജേക്കബ് സാറാണ്. അപ്പോൾ ആ മനുഷ്യനാണല്ലോ നമ്മുടെ അടുത്ത് പറയും, നമ്മുടെ കാലിൻ്റെ അടിയിൽ സ്വർണം കിടന്നാലും നമ്മൾ അറിയത്തില്ല, അത് നമ്മൾ കണ്ടെത്തണമെന്ന് പറയും. നമ്മളിപ്പോൾ നാളെ ഒരു നോവൽ എഴുതുന്നു, പക്ഷെ നമ്മൾ തിരക്കി നടന്നിട്ട് കാര്യമില്ല, നമ്മൾ തന്നെയാണ് അത് നമ്മളെ ഡിസൈൻ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ നമ്മളെ എക്സ്കവേറ്റ് ചെയ്യേണ്ടതെന്നോ പറയുന്ന പോലെ നായിപ്പോൾ. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ വീട്ടിൽ ഇത്രയും നീണ്ട ചർച്ച നടത്തിയിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിയാതെ പോയ ഒരു പേരാണല്ലോ. ഒരു 5 നിമിഷം കൊണ്ട് ഒരു ദിവസം എനിക്കൊരു കത്ത് കിട്ടുമായിരുന്നു തോമസ് ജേക്കബ് സാറിൻ്റെ. കത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇൻറ്റേർണൽ കത്ത്. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു അറ്റ് യുവർ കൺവീനിയൻസ്. അപ്പോൾ ഞാൻ സാറിൻ്റെ മുറിയിൽ ചെന്നു. ഇരിക്കും ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇതുവരെ എങ്ങും ഈ കാര്യം പറഞ്ഞിട്ടുമില്ല. സാർ എന്താ വിളിച്ചത്? അല്ല, നമുക്കിങ്ങനെ ഈ എസ് ശ്രീജിത്ത് എന്നായിരുന്നു എൻ്റെ ഇനിഷ്യൽ, എസ്. ഈ പേരും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല, ആളുകൾ ഓർക്കത്തൊന്നുമില്ല. പേരെന്തോ, വീട്ടിലെ പേരെന്തോ, നാട്ടിലെ പേരെന്തോ, അച്ഛൻ്റെ പേരെന്തോ, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക. നമുക്ക് ഇങ്ങനെ അങ്ങ് ആക്കിയാലോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, താങ്കളുടെ ഇഷ്ടം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞല്ല, ഞാൻ അങ്ങനെ തന്നെ എഴുതിക്കോളാം സാർ, കുഴപ്പമില്ല, ശരി, സന്തോഷം. പിന്നെ ശ്രീജിത്തിന് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. സതീഷ് ഏട്ടൻ ചോദിച്ചതുകൊണ്ട് ഇത്രയും ഞാൻ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ വിഷയം എഴുത്തിൽ നിന്ന് വായനയ്ക്കുള്ളൊരു സംക്രമണം എന്നുള്ളൊരു ചെറിയൊരു ഗൂഢാർത്ഥം കൂടെ ഇതിനകത്തുണ്ട്. 1000 വാക്കുകൾ നമ്മൾ വായിക്കുമ്പോഴാണ് ഒരു വാക്ക് എഴുതാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ ആനുഷംഗമായിട്ട് പറയുമെങ്കിൽ, ഈ ബാർത്തേസ്, അമേരിക്കൻ ചിന്തനായിട്ടുള്ള ബാർത്തേസ് പറഞ്ഞിട്ട് ഈ 1001 രാവുകളും പഞ്ചതന്ത്രവും വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കഥാകാരനാകാം. ഒട്ടുമിക്കവാറും എല്ലാ എഴുത്തുകാരുടെയും സ്ഥിതി തന്നെയായിരിക്കും. നമ്മൾ വായനയിലൂടെ നമ്മളിങ്ങനെ സർഗാത്മകമായിട്ട് തിങ്ങി നിറയുമ്പോഴാണ് വാക്കുകൾ നമ്മളിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ സമാനമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ 3 പേരും കവിതാരംഗത്ത് വിന്യസിക്കുന്നവരാണല്ലേ. അതെ. അപ്പോൾ ഈ കവിത എഴുതുമ്പോൾ കഥകളും അത്യാവശ്യം എഴുതാറുണ്ട് രണ്ടുപേരും. എങ്ങനെയാണ് ഈ വായന എഴുത്തിലേക്ക് നിങ്ങളെ സംക്രമിപ്പിച്ചത് എന്ന് കുറച്ച് വാക്കുകൾ നമുക്ക് അന്ന് ആമുഖമായിട്ട് പറഞ്ഞാൽ പിന്നെ കൂടുതൽ അഗാധമായിട്ട് ചർച്ചയിലേക്ക് പോകാൻ തോന്നുന്നു. എന്താണ് പറയാനുള്ളത്? വായന, ഏതെങ്കിലും ചെറിയ പുസ്തകം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥകാരൻ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഏത് ഘട്ടത്തിലാണ് നമ്മളുടെ എഴുത്ത് തുടങ്ങുന്നത്? ഒന്നൊന്ന് വിശദീകരിക്കണം. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് വായന തുടങ്ങിയിട്ടല്ല ഞാൻ എഴുത്തിലേക്ക് വന്നത്. വളരെ കുട്ടിക്കാലത്ത് ചില കുത്തിക്കുറിക്കലുകൾ ഉണ്ടായിരുന്നു. കവിതയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത്. വായനയെക്കുറിച്ച് അറിഞ്ഞിട്ടോ സാഹിത്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടോ ഒന്നും അല്ല എഴുതുന്നത്. മനസ്സിൽ വരുന്നത് അങ്ങനെ എഴുതി പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. വായനയിലേക്കും ഏകദേശം ആ കാലത്ത്, കാരണം എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. അത് കലാപരമായ പഠനങ്ങളായിരുന്നെങ്കിലും അച്ഛൻ കവിതയും ലേഖനമൊക്കെ എഴുതുന്ന, സാഹിത്യവുമായിട്ടും അച്ഛന് ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ധാരാളം വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും അതുപോലെ ഉള്ളൂരിൻ്റെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും, പിന്നെ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെ ഉറ്റമ സുഹൃത്തായിരുന്നു പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ പിയുടെയൊക്കെ കവിതകളും ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വായിച്ചത് പറഞ്ഞാൽ മഹാഭാരതം ഗദ്യവിവർത്തനമാണ്, കുന്നത്ത് ജനാർദ്ദന മേനോൻ്റെ. അതിലൂടെയാണ് വായന. പിന്നീട് ആ കാലത്ത് കവിതയ്ക്ക് വേണ്ടി വായിച്ചിട്ടൊന്നുമില്ല. കവിത അങ്ങനെ വരുമ്പോൾ എഴുതുന്നു എന്ന് മാത്രം. പിന്നീട് നന്ദനാരുടെ, ഞങ്ങളുടെ നാട്ടുകാരനാണ് നന്ദനാരൻ. ഇപ്പോൾ ആ കാലത്ത് പട്ടാളക്കഥകളും അതോടൊപ്പം ഉണ്ണിക്കുട്ടൻ്റെ ലോകം മാതൃഭൂമിയിൽ എഴുതുമായിരുന്നു. അപ്പോൾ അത് കാത്തിരിക്കുകയായിരുന്നു. അത് ഞങ്ങളുടെ വള്ളുവനാടൻ പശ്ചാത്തലത്തിലായതുകൊണ്ട് തന്നെ അതിനോട് വല്ലാത്തൊരു അടുപ്പം, നമുക്ക് കുറേ പരിചയമായ കഥാപാത്രങ്ങൾ ഉള്ള പോലെ തോന്നിയിരുന്നു. അപ്പം അങ്ങനെയാണ് വായനയിലേക്ക് വന്നത്.
പിന്നീട് മലയാള സാഹിത്യം പഠിക്കാനായിട്ട് കുറേ വായനകളുണ്ടായി. കവിതയായിട്ടും കഥയായിട്ടും നോവലൊക്കെ ആയിട്ട് വായിച്ചു. അത് പരീക്ഷയ്ക്കും പഠിക്കാനൊക്കെ ആയിട്ടാണ്. പിന്നീട് ഞാൻ എഴുത്തിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ കൂടുതൽ അതിനെ ഗൗരവതരമായി കാണാൻ തുടങ്ങിയത് വിവാഹശേഷം ബാംഗ്ലൂരിലെത്തി. ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ഏകാന്തത എന്നെ വല്ലാതെ പിടിമുറുകിയപ്പോഴാണ് ഞാൻ എഴുത്തിലേക്കും വായനയിലേക്കും തിരിച്ചു വന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ വിവാഹം കഴിച്ച് ചെന്ന വീട്ടിലെ അച്ഛനും നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഭർത്താവിൻ്റെ അച്ഛന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാലും പുസ്തകം എനിക്ക് ബാംഗ്ലൂരിലേക്ക് തരികയും എൻ്റെ വായന മുറിയാതെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു. അന്ന് ആ കാലത്ത്, അതായത് 89-ലാണ് ബാംഗ്ലൂർ വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ മാതൃഭൂമി പോലുള്ള വീക്കിലികളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ വായനയെ ഒരു നിതാന്തമായി കൊണ്ടുപോകാൻ സാധിച്ചത് ഫാദർ ഇൻ ലോ മൂലമാണ്. പിന്നീട് ഈ റൈറ്റേഴ്സ് ഫോറം പോലെയുള്ള സാംസ്കാരിക സംഘടനകളിൽ എത്തിയപ്പോഴാണ്, എനിക്കറിയില്ല ഇത്തരം സാധ്യതകൾ കർണാടകയിൽ മലയാള സാഹിത്യത്തിനുണ്ട് എന്നറിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് എഴുത്തിലേക്ക് ഗൗരവമായി നമുക്ക് നീങ്ങണം. പിന്നെ നമ്മുടേതായ ഒരു സ്വത്വം ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളത്. ഒരു പക്ഷേ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഭാര്യ, അമ്മ എന്നതിലപ്പുറം നമ്മുടെ സ്വത്വം തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ, ഞാനൊരു എഴുത്തുകാരി അല്ലെങ്കിൽ സാഹിത്യം പഠിച്ചു, സാഹിത്യത്തിനോട് അത്രയും താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് സാഹിത്യം പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സാഹിത്യ മണ്ഡലത്തിലൂടെ എനിക്ക് യാത്ര ചെയ്യണം. അപ്പോഴും ആ പഴയ കവിത ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പൊടി തട്ടിയെടുത്ത് പിന്നീട് തീർച്ചയായിട്ടും പലരും സ്വാധീനിച്ചു എന്ന് പറയാം. പക്ഷേ പഴയ കാലത്ത് ബാലാമണിയെ പോലെ മത്സ്യത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയൊക്കെ പ്രതീകമായി ഉദാത്ത ഭാവം മാതൃത്വത്തിൻ്റെ, അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചർ, പിന്നെ വൈലോപ്പിള്ളി എനിക്ക് ഒരുപാട് എന്താ പറയുക, എന്നെ വളരെ സ്വാധീനിച്ച ഒരു കവിയാണ് വൈലോപ്പിള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കൊലക്കയറാക്കാവും കയറിനെ ഊഞ്ഞാലാക്കി മാറ്റുന്ന ഒരു ജീവിത ദർശനം കൊണ്ടുവന്ന്, അതായത് ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധികളും നിരാശാജനകമായൊരവസ്ഥയിൽ നിന്നും നമ്മൾക്കതിനെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പന്തങ്ങൾ പോലെയുള്ള ചിന്തയുടെ പന്തങ്ങൾ കൊളുത്താനൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ഞാൻ കവിതയിലേക്ക് വന്നത്. പക്ഷേ ഞാൻ കവിത എഴുതുമെങ്കിലും ഞാൻ കൂടുതൽ വായിക്കുന്നത് പ്രോസാണ്, അതായത് നോവല്, കഥയൊക്കെയാണ് ലേഖനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സാഹിത്യത്തിൽ മാത്രം നിലനിന്നല്ല എൻ്റെ വായന. എൻ്റെ വായന ഇതര വിഷയങ്ങളിൽ പോയിട്ട് മനഃശാസ്ത്രപരമായുള്ള വായനകൾ എനിക്കിഷ്ടമാണ്, ആത്മീയമായിട്ടുള്ള വായനകൾ ഇഷ്ടമാണ്. മറ്റ് ഇതര വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള വായനകൾ എനിക്ക് അറിയാനുള്ള ഒരു ഔത്സുക്യം കൊണ്ട് ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒപ്പം അതിൻ്റെ അപ്പുറം എൻ്റെ സ്വത്വം എന്നുള്ളത് കവി എന്ന നിലയ്ക്ക് തന്നെയാണ് കവിത. കാരണം കവിത എന്നെ തൊടുമ്പോൾ മാത്രമാണ് എനിക്ക് എഴുതാൻ പറ്റുക. എനിക്ക് കവിതയെ തേടി എനിക്ക് പോകാൻ കഴിയാറില്ല. കവിത എന്നിൽ വന്ന് പറയുമ്പോൾ മാത്രം, ആ വരികൾ ഗദ്യമായോ പദ്യമായോ വരുമ്പോൾ മാത്രം ഞാൻ എഴുതുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വായനയിൽ നമ്മൾ പല കാലത്ത് പല വായനകളാണല്ലോ, ഓരോ കാലത്തും വായനയുടെ തലങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്ത് ഞാൻ വല്ലാത്തൊരു അനാരോഗ്യ അവസ്ഥയിൽ കിടന്നപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നിരാശ മനസ്സിനെ ബാധിച്ചു. വീണ്ടും ഞാൻ പഴയ ജീവിതത്തിലേക്ക് വരുമോ എന്നുള്ളൊരു സംശയ സമയത്ത് വായിച്ച് O. ഹെൻറിയുടെ ഒടുവിലത്തെ ഇല എന്നൊരു കഥ എന്നെ വല്ലാതെ സ്പർശിച്ചു എന്ന് പറയാം. കാരണം അതിൽ ഒരു പകർച്ചവ്യാധി പിടിച്ച് ചിത്രകാരി മരിക്കുകയും കുറേ പേര് മരിച്ചു. അപ്പോൾ അവരുടെ റൂമിൽ നിന്ന് തുറക്കുന്ന ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു മരത്തിൽ ഓരോ ദിവസവും ഇലകൾ കൊഴിഞ്ഞു വീഴുന്നു. അവസാനം ഇവർ മരിച്ചു പോവും. ആ ഒരു അവസാനത്തെ ഒരു ഇല പോലെ ഞാനും മരിച്ചു പോകും എന്നുള്ളൊരു ചിന്തയിൽ ഈ കഥാപാത്രം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവസാനത്തെ ദിവസം ഒരു ഇല മാത്രം ബാക്കിയാവുമ്പോൾ ജനൽ തുറക്കുമ്പോൾ ആ ഒരു ഇല താഴെ വീഴാതെ അവിടെ തന്നെ നിൽക്കുന്നു ശക്തിയോടെ. ഒരു കാറ്റിനും വീഴ്ത്താൻ കഴിയാത്ത ഒരു ഇലയായിട്ട് ഒരു പ്രത്യാശ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അത്തരം വായനകൾ ഉതകിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു അടുത്ത കാലത്ത് ആത്രേയകം വായിച്ചിട്ടുണ്ട്. നിരമിത്രനെയൊക്കെ വളരെ ശക്തമാക്കിയ കഥാപാത്രമാണ് അതിൽ ഇള എന്നുള്ള സ്ത്രീ കഥാപാത്രം അല്ലേ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടെ ഇപ്പോൾ തപോമയുടെ, ഇന്നലെ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ ഞാൻ വായിച്ചു. അതിൽ ആ ഗൂഢലിപിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. ചില തിരിച്ചറിവുകൾ, അഭയാർത്ഥി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, സ്വന്തം നിലനിൽപ്പില്ലാതെ, സ്വന്തം നിലമില്ലാതെ, മണ്ണില്ലാതെ, ജീവിക്കാൻ വഴിയില്ലാതെ, ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ എത്രയോ ജനങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ കവിതയൊക്കെ വളരെ വളരെ ലഘുവാണ്. അതിലൊന്നും അത്രത്തോളം ഗഹനമായ ആശയങ്ങളില്ല, എന്തിനാണ് എഴുതുന്നത് എന്ന് വരെ തോന്നാറുണ്ട്. പക്ഷേ അത് അങ്ങനെ നിവൃത്തിയില്ലാതെ എഴുതാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എഴുതി പോകുന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള തപോമയുടെ അച്ഛൻ അതെനിക്ക് വല്ലാത്തൊരു ഉൾവെളിച്ചം തന്ന കൃതിയാണ്. മറ്റൊന്ന് തന്നെ വല്ലാതെ ഹോണ്ട് ചെയ്ത ഒരു ഇതാണ് സീൻ എന്നുള്ള ഒരു നോവൽ. തീർച്ചയായിട്ടും അക്ഷരം എന്നുള്ള അമൃതും ആണ് അഗ്നിയുമാണ് അല്ലേ. അത് തണുപ്പിക്കാനും ശാശ്വതമാക്കാനും അതുപോലെ ഇല്ലാതാക്കാനും ദഹിപ്പിക്കാനും ഒക്കെ കഴിയുന്നതാണ് അക്ഷരം എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന വിധമാണ് നമ്മളെ അത് സ്പർശിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുക. അപ്പോൾ ആ ഇതിൽ അഭയാർത്ഥികളുടെ പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ തീവ്രവാദികളുടെ പ്രശ്നങ്ങളാണ്, നിരപരാധികളായി തീവ്രവാദികളായി തീരുന്ന പ്രശ്നങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് സീത എന്നുള്ളൊരു കഥാപാത്രം ഉപരിപഠനത്തിനായി പോവുകയും ടർക്കിയിലേക്ക് പോവുകയും ടർക്കി കേന്ദ്രമാക്കിയിട്ടാണ് ആ നോവലിൻ്റെ രചന. അപ്പോൾ അവിടെ ചെന്ന് ഒരു പ്രണയത്തിൽ ഏർപ്പെടുകയും ആ കാമുകൻ ഒരു തീവ്രവാദിയായി ആരോപിക്കപ്പെട്ട്, അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അയാൾ ആരോ ചെയ്ത തെറ്റിൻ്റെ ഭാഗമായിട്ട് അയാൾ തീവ്രവാദിയായി കുറ്റപ്പെട്ട് അവിടുന്ന് കാണാതാവുകയും അവനെ തേടി ഈ കുട്ടി മറ്റൊരു സുഹൃത്ത് മുഖാന്തരം അവിടെ എത്തുകയും അവൾ ഗർഭിണിയാണെന്ന് തിരിച്ചറിയും. അവളെ ഇയാളുടെ കാമുകിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ ബലാത്സംഗം, ന്യായവും നീതിയും കൊടുക്കുന്ന ആൾക്കാർ തന്നെ അവളെ ബലാത്സംഗം ചെയ്യുന്നത്, അവളെ കുഞ്ഞു മരിക്കുന്നത്, അവൾ ജീവച്ഛവമായി ഹോസ്പിറ്റലാവും. അതോടൊപ്പം തന്നെ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ വിഷാദം, അതായത് കുഞ്ഞുങ്ങൾക്ക് വിഷാദം എന്തെന്ന് അറിയില്ല അല്ലേ, അവരെപ്പോഴും ആഹ്ലാദിച്ച് നടക്കുന്ന കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികളുടെ കുഞ്ഞുങ്ങൾ ഏത് സമയത്താണ് വെടിയുണ്ട വീഴുക അല്ലെങ്കിൽ മരണത്തിന് അടിപ്പെടേണ്ടതെന്ന ചിന്തയിൽ ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ. ആ വായന സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. എനിക്കത് വായിച്ചു കഴിഞ്ഞ് 2 ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല എന്നുണ്ട്. അപ്പം ഇത്തരം വായനകളുണ്ട്. നമ്മളെ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ. ലോകമോ സ്വപ്നമോ സങ്കല്പമോ അല്ലാത്ത യാഥാർത്ഥ്യത്തിലൂടെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഗാസയിലെ യുദ്ധമൊക്കെ നമ്മൾ ഓരോ ദിവസം കാണുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ പോരാ എന്നൊരു തിരിച്ചറിവ് എനിക്ക് ഈ വായനയിലൂടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ വായന നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കും അല്ലേ, പുതിയ പുതിയ സോറി ആവണ്ട, കാരണം നമ്മൾ സന്തോഷിക്കണം. കന്നഡ ഭാഷയിലെ ഏറ്റവും സീനിയർ കവികളിൽ ഒരാളായിട്ടുള്ള പ്രശസ്തനായ കവി എഴുത്തുകാരൻ പ്രൊഫസർ ഹംപ നാഗരാജയ്യ, നടോജ പ്രൊഫസർ ഹംപ നാഗരാജയ്യ, അദ്ദേഹം നമ്മളെ മലയാളി കവികൾ മലയാളി എഴുത്തുകാരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാരു വസന്ത എന്നുള്ള കാവ്യം അത് മാതൃഭൂമി പബ്ലിഷ് ചെയ്തതാണ്. പൈനൂർ കുഞ്ഞിരാമനും മോഹൻ കുണ്ടാറും കൂടി ട്രാൻസ്ലേഷൻ ചെയ്തതാണ്. സച്ചിദാനന്ദൻ അതിന് അവതാരിക എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഇവർക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ is the chief mentor of Book Brahma Foundation. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ്. Thank you very much. I am delighted to be here, and I love Malayalam language like anything, because not only one of my epic poem, Charu Vasanta, which has been translated into 17 Indian languages, including Persian and English. It has gone beyond India also, and the Malayalam translation, it has the foreword from Sachidanandan, K. Sachidanandan, my good friend. Last year he inaugurated this session. So thank you very much. I'm happy that you have also, so many people have come from different parts of Malayalam. This shows how close we are each other. Thank you very much. ഇത് ഗ്രാൻഡ് ഡോട്ടറാണ്. അവരൊരു കവിയാണ്. ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തത് ഇംഗ്ലീഷിൽ. താങ്ക് യു സാർ. നമ്മൾ ഇന്നലെ പാവങ്ങളെക്കുറിച്ചുള്ളൊരു വർത്തമാനത്തിൽ സജയ് മാഷ് പറഞ്ഞത്, ഈവൻ പാവങ്ങൾ നമ്മളുടെ ആ കാലത്തെ എഴുത്തുകാർ തകഴിയെയും ബഷീറിനെയൊക്കെ എത്രമാത്രം സ്വാധീനിച്ചു. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് സാഹിത്യത്തിൻ്റെ മേഖലയിലെ ആശയങ്ങൾക്ക് വ്യത്യാസം വരാം.
പക്ഷെ എന്നാലും എഴുത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സമൂഹമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള സമൂഹത്തിൻ്റെ ഒരു നേർക്കണ്ണാടിയായിട്ട് ഏതേത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് എഴുത്ത്. അപ്പോൾ അത് മാറുന്നതിനനുസരിച്ച് എഴുത്തിൻ്റെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതേ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ് രമയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്ക് അറിയാം. എല്ലാവർക്കും നമസ്കാരം. അക്ഷരങ്ങളുടെ ഈ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹിത്യ സംഗമത്തിൽ എനിക്ക് ഒരിടം തന്നതിൽ ആദ്യമായി ബുക്ക് ബ്രഹ്മയോടും ഗുരുസ്ഥാനീയനായ സുധാകരൻ രാമന്തളി സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ വായനയിലേക്ക് ചാരുവസന്ത എന്ന ഈ കൃതി നമ്മൾക്ക് തന്ന സാറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും എല്ലാ സുഹൃത്തുക്കൾക്കും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കാനാവുന്ന 2 ബൃഹത് ഭൂഖണ്ഡങ്ങളാണ് വായനയും എഴുത്തും. ഒന്ന് മറ്റൊന്നിനെ പരിപോഷിപ്പിക്കുകയും പ്രകാശമാനമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു ബൃഹത് ഭൂഖണ്ഡത്തെ എങ്ങനെയാണ് നമ്മളൊരു ചെറിയ 10 മിനിറ്റിൽ ഒതുക്കാനാകുന്നത് എന്ന് പറയുമ്പോൾ ബഷീറിനെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബഷീർ പറഞ്ഞ ഒരു വാക്യമുണ്ട്, പ്രപഞ്ചമേ ഞാനൊരു ചെറിയ ജീവിയാണ്, നിൻ്റെ അത്ഭുതങ്ങളെ ഉൾക്കൊള്ളാൻ എനിക്കാവില്ല എന്ന്. അപ്പോൾ അതുപോലെയാണ് ഈ അക്ഷരങ്ങളുടെയും വായനയുടെയും മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കും പറയാനുള്ളത്. എങ്കിലും നമ്മുടെ കവികൾ തന്നെ അതിനൊരു പരിഹാരം പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ടു സീ എ വേൾഡ് ഇൻ എ ഗ്രെയിൻ ഓഫ് സാൻഡ് ആൻഡ് heaven in a wildflower, you need to hold infinity in the palm of your hand and eternity in an hour. അത് നമ്മുടെ ഭാരതീയ ദർശനം തന്നെയാണ്. നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾക്ക് എല്ലാത്തിലും ഈ പ്രകാശം ദർശിക്കാനാവുന്ന, അക്ഷരങ്ങളുടെ ഈ പ്രകാശം വെളിച്ചമൊക്കെ ദർശിക്കാനാവുന്ന ഒരു ദർശനമാണത്. ONV സാറിനെ കവിതയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ONV സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഭൂമി എന്ന വാടക വീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു ഭാഗം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകും. അതെൻ്റെ അക്ഷരങ്ങളാണ്, എൻ്റെ കവിതയാണ് എന്ന്. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും ചൈതന്യമായ അക്ഷരാത്മികയെ നിന്നെ എൻ ഹൃദയമായി ഹൃത്പത്മ പരാഗമായി രാഗമായി പരമമായി പരമമാം തത്വമായി സൗന്ദര്യമായി അറിയുകയും നീയല്ലോ ഞാൻ. അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലുള്ള പ്രകാശം, നമ്മുടെ പ്രകാശം തന്നെയാണ് അക്ഷരം. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രകാശമാനമായിട്ടുള്ളത്. അപ്പം ഈ വളരെ ബൃഹത്തായ ഭൂഖണ്ഡത്തെ അക്ഷരങ്ങളിലൂടെ ദർശിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കന്നഡയുടെ സാഹിത്യത്തെപ്പറ്റി പറയാതെ പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ കന്നഡയുടെ സാഹിത്യത്തെപ്പറ്റിയുള്ള ധാരണ മുഴുവൻ മാറ്റിയത് സുധാകരൻ രാമന്തളി സാറിൻ്റെ തർജ്ജമകളാണ്. അതിക്രമണ, പർവം, ശിഖരസൂര്യൻ, ഇതൊക്കെ നമുക്ക് വായനയ്ക്ക് തന്നതിന് സാറിനോട് നന്ദി പറയേണ്ടതുണ്ട്. ബിക്കോസ് നമ്മുടെ ഭാരതദേശത്തിലെ തന്നെ സാഹിത്യം വായിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ വായിക്കേണ്ടത് ആവശ്യമാണെന്ന് സാറ് നമുക്ക് ഈ കൃതികളിലൂടെ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വായനയെ സ്വാധീനിച്ച അനേകം കൃതികളുണ്ട്. മഹാപുരാണങ്ങൾ തൊട്ട്, എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പം ചെറിയ സാലറിയിൽ അനേകം പുസ്തകങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ എന്ന പുസ്തകം, ഫീനിക്സ് എന്ന കവിതയൊക്കെ അതിലാണ് വായിച്ചത്. ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേക്കും, ചിറകുകൾ പൂ പോൽ വിടർത്തെഴുന്നേക്കും എന്നൊക്കെയുള്ള കവിതയൊക്കെ വായിക്കാൻ കഴിഞ്ഞത് ഈ അമ്മ ചെറിയ ശമ്പളത്തിൽ വാങ്ങിച്ചെന്ന പുസ്തകങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൽ വായനയെ സ്വാധീനിച്ച അനേകം കൃതി, പുരാണം തൊട്ട് പിന്നെ ഉണ്ടായ SK പൊറ്റക്കാടിൻ്റെ ദേശത്തിൻ്റെ കഥ, മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം, പിന്നെ എം ടിയുടെ കഥകൾ, വിശ്വസാഹിത്യത്തിലെ ജുംബാലഹരിയുടെ ഇൻ്റർപ്രറ്റർ ഓഫ് മാലഡീസ്, അഗുതഗാവയുടെ കൃതികൾ, അങ്ങനെ അനേകം കൃതികൾ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. രാമനുണ്ണി മാഷിൻ്റെ അർദ്ധനാരീശ്വരി, ഇങ്ങനെ അനേകം കൃതികൾ നമ്മൾ വായിച്ച് മനസ്സിൽ കാരൂരിൻ്റെ പൊതിച്ചോറ്, മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ മൂന്നാമതൊരാൾ, ഇങ്ങനെ അനേകം കൃതികൾ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ കവിതകൾ, വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയമെന്ന് പാടിയ കവികൾ തൊട്ട് ആധുനിക പുരാണ കവിത്രയങ്ങൾ മുതൽ അനേകം എഴുത്തുകാർ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ സമകാലിക എഴുത്തിൽ എന്നെ ഈയിടെ വായിച്ച ചില കൃതികളെ പറ്റി കൂടെ വർത്തമാന സാഹിത്യത്തെപ്പറ്റി അടയാളപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാണ് ഞാൻ വായിച്ച അരിപ്പാക്കണ്ണി എന്ന ഒരു കഥ. ദേശാഭിമാനിയിൽ വന്ന ഉണ്ണികൃഷ്ണൻ കലീക്കൽ എന്നെഴുതിയ നമ്മുടെ ഒരു സാഹിത്യകാരൻ എഴുതിയ അരിപ്പാക്കണ്ണി, അതായത് കാറ്റാക്കോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പാക്കണ്ണി, അത് ശ്മശാനം, ഭൂഗർഭ ശ്മശാനത്തിലേക്ക് മിൻഡോ സർഫ് എന്ന ഒരു യാത്രാ ഏജൻസി വഴി യാത്ര പോകുന്ന ഒരാളുടെ കഥയാണ്. അവിടെയുള്ളത് ഈ പൈപ്പ് ലൈനിലടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങളാണ്. ഇതിലോട്ട് യാത്ര ആരും പോകാറില്ല. അതിന് വളരെ ധൈര്യം വേണം. ഇങ്ങനെയൊരു യാത്ര നടത്തുമ്പോൾ അത് സ്വന്തം ഒരു ജീവിതാനുഭവം ഇദ്ദേഹത്തിനുണ്ട്. ആ ജീവിതാനുഭവം വെച്ചാൽ സ്വന്തം ഒരു ബോട്ടപകടത്തിൽ സ്വന്തം മകൾ മരിക്കുന്നു. അപ്പോൾ ഈ മകൾ മരിക്കുന്ന അവസ്ഥയും ആ സങ്കീർണാവസ്ഥയെല്ലാം കൊണ്ട് ഈ ഇങ്ങനെയൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഒരാളുടെ
ജീവിതകഥയാണ് അതിലുള്ളത്. പക്ഷേ അത് അവസാനം ഈ കഥാകാരനുമായി ഒരു ചർച്ച വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനുഷ്യ മനസ്സെന്ന കാറ്റാക്കൊമ്പിലോട്ടുള്ള യാത്രയായിരുന്നു ഞാൻ പ്രതീകാത്മകമായ കഥയിൽ ചിത്രീകരിച്ചതെന്ന്. മനുഷ്യ മനസ്സിൽ ധാരാളം നിഗൂഢതകളുണ്ട്, നമ്മൾ പുറത്ത് പറയാതെ, നമ്മുടെ പുറമേ കാണിക്കാത്ത വിരഹം, പ്രണയം, നിരാശ, അങ്ങനെ അനേകം വിചാരങ്ങൾ നമ്മൾ ഒളിച്ചു സൂക്ഷിക്കുന്നുണ്ട്. നീരസം, സ്പർദ്ധ, ഇതെല്ലാം നമ്മൾ ഒളിച്ചു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിലോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്ത് അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്ദേശം തരുന്ന ഒരു നല്ല കഥയായിരുന്നു ഇത്. പിന്നെ കൊരരാടം എന്നൊരു കഥയുണ്ട്, അത് ഞാനെപ്പറ്റി സമയമില്ലാത്തതുകൊണ്ട് ഞാനതിനെ സ്പർശിക്കുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ വായിച്ചൊരു കവിതയെപ്പറ്റി പറയണം. യുദ്ധത്തിനെ പറ്റി നമ്മൾ പറയും. പർണിയ അബ്ബാസി എന്ന ഒരു ഇറാനിയൻ കവയത്രിയുടെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടു. അത് സത്യത്തിൽ യുദ്ധത്തെപ്പറ്റി നമ്മളെപ്പോഴും അനേകം യുദ്ധം ആവശ്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എങ്കിലും യുദ്ധം ഭദ്രമായ ഇടത്തിടുന്നുകൊണ്ട് നേതാക്കന്മാരാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്, മരിക്കുന്നതോ സാധാരണ ജനങ്ങളും. അപ്പോൾ ഈ പർണിയ അബ്ബാസി എഴുതിയ ഒരു കവിതയുണ്ട്, എക്സ്റ്റിൻക്യൂഷ് സ്റ്റാർ എന്ന കവിതയിൽ പറയുന്നുണ്ട്, ഞാനും നീയും ഇല്ലാതാവും. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കവിത നിശബ്ദമാകുന്നിടത്ത് ആ നിശബ്ദമാകും. ഞാൻ ധൂമം പോലെ, ഒരു നക്ഷത്രം പോലെ നാം ഇല്ലാതാകും. അപ്പോൾ യുദ്ധം എന്തിനാണ്? യുദ്ധം എന്തിനെന്ന് സൗരയൂഥത്തെ തൊട്ട് ഖഗോളങ്ങൾ ചോദിച്ചു. എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഖഗോളങ്ങൾ ചോദിക്കുകയാണ് സൗരയൂഥത്തിൽ നിന്ന്, എന്തിനാണ് യുദ്ധം? കോവണിച്ചോട്ടിൽ എന്നും സമാധാന ജാഥയിൽ നിന്ന് ഉറുമ്പുകൾ ചോദിച്ചു, എന്തിനാണ് യുദ്ധം? പക്ഷേ നമ്മൾക്കൊന്നും ആൻസറില്ല, എന്നിട്ടും യുദ്ധങ്ങൾ നടക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിനെതിരെ ഈ സോണിയ ചെറിയാൻ്റെ ഇന്ത്യൻ റെയിൻബോ എന്ന കൃതി നമ്മളൊക്കെ വായിക്കുന്ന ഒരു പട്ടാളക്കാരിയുടെ ഓർമ്മക്കുറിപ്പുകളാണത്. അതിൽ ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 24 hours ഏത് സമയം വിളിച്ചാലും സേവനം ചെയ്യേണ്ടവരാണ് പട്ടാളക്കാർ. അപ്പോൾ ഈ പട്ടാള ജീവിതത്തിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ പോയാൽ അവിടെ മലമ്പനി വന്ന് 25 വയസ്സുള്ള ജവാന്മാരൊക്കെ ദിനേന മരിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനാവില്ല. അപ്പോൾ അതേപോലെ ജീവൻ മരണ പോരാട്ടം നടത്തിയ ഒരു കഥ സ്വന്തം സോണിയ ചെറിയാൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടത്. ജീവൻ മരണ പോരാട്ടത്തിൽ അനേകം ദിവസം മരണത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഇല, അതിന് പ്രതിരോധമുള്ള ഒരു ഇല, ആർട്ടിമദർ എന്ന മെഡിസിൻ കഴിച്ച് ജീവിതത്തിലോട്ട് വന്ന കഥയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, നമ്മൾ സ്നേഹപ്രവാഹത്തെ ഒരു ചെറിയ വരമ്പ് കെട്ടി പ്രതിരോധിക്കുകയാണെന്ന്. സ്നേഹപ്രവാഹത്തെ തുറന്നു വിടുക, കാലവും യുക്തിയും വിവേകവും ഒക്കെയുള്ള മനുഷ്യരാണ് യുദ്ധം ചെയ്യുന്നതെന്നും യുദ്ധം ഇല്ലാതാക്കുന്നതാണ് ഈ ലോകത്തിന് നല്ലതെന്നും, നമ്മൾ ജീവിച്ച് മരിക്കുമ്പോൾ ഒരു ജീവിതത്തിൽ നമ്മളുടെ ഹൃദയം 10 മിനിറ്റ് സ്പന്ദിക്കുന്നുള്ളൂ, കണ്ണുകൾ 5 മണിക്കൂർ, 30 ദിവസത്തിനകം നമ്മളുടെ എല്ലുകൾ വരെ ദ്രവിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ഇവിടെ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്ന നന്മകൾ ജീവിത കാലാതീതമായി നിലകൊള്ളും. അപ്പോൾ ഇതേപോലെയുള്ള അക്ഷര സംഗമങ്ങൾ ആ നന്മയുടെ പ്രകാശകിരണങ്ങൾ ഉള്ളവയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പറയാനുണ്ട് ചെറിയ എഴുത്തുകളെ പറ്റി. അതുകൊണ്ട് ഈ ഭാഗം ഞാനിവിടെ ചുരുക്കുകയാണ്. ഓക്കെ, വളരെയധികം സാധ്യതകളുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് എത്ര സംസാരിച്ചാലും മതി വരില്ല. നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ശ്രീജിത്ത് നമ്മളോടൊപ്പം ഉണ്ട്. ഇനി ബാക്കിയുള്ള സമയം നമുക്ക് ശ്രീജിത്തിന് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ താങ്കൾക്ക് പറയാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ എഴുത്തുകാരുടെ സർഗശീലങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗവേഷണവും എഴുത്തും നടത്തിയിട്ടുള്ള ആളാണ് താങ്കൾ. ഈ എഴുത്തും വായനയും എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്നൊന്ന് അല്ലാതെ വിശദീകരിച്ചാൽ കൊള്ളാം. പറഞ്ഞ പോലെ ഞാൻ ഓരോ കാര്യങ്ങളിപ്പോൾ തന്നെ ഈ എഴുത്തും വായന എന്നുള്ള വിഷയം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ തോന്നിയത് ഇതൊരു വളരെ വിപുലമായ വിഷയമാണ്. ഇവിടെ എൻ്റെ ഒപ്പം സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ ഇതിനെങ്ങനെയും കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ എഴുത്ത് തന്നെ എഴുത്തുകാർ പലതരത്തിലുണ്ട്, അതുപോലെ വായനക്കാരും പലതരത്തിലുണ്ട്. അത് ഞാൻ ആലോചിക്കുകയാണ്. അപ്പം നമ്മൾ പറയും ഇതിനകത്ത് ഇപ്പോൾ നമ്മളൊരു പുസ്തകക്കടയിലേക്ക് ചെല്ലുന്നു, അപ്പോൾ അവിടെ ആദ്യം വെച്ചിരിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പുസ്തകം വയ്ക്കുന്ന ആൾ പറയുന്നു, സാറേ ഇത് നല്ല പുസ്തകമാണ്, ഇപ്പോൾ ഒത്തിരി പേര് മേടിക്കുന്നു. പക്ഷേ ഞാൻ പറയും, ആദ്യം വെച്ചിരിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് പോകുന്ന ആളല്ല നല്ല വായനക്കാരൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേര് വായിക്കുന്നത് കൊണ്ട് ആ പുസ്തകം എനിക്ക് പഥ്യമാവണമെന്നില്ല. എനിക്ക് പഥ്യമായ പുസ്തകം അകത്ത് എവിടെയെങ്കിലും പൊടി പിടിച്ചെടുത്തിരിക്കുകയായിരിക്കും. അത് നമ്മൾ ചെരുപ്പ് കടയിൽ ചെന്ന് ചെരുപ്പ് എടുക്കുന്നത് പോലെയല്ല. അതിപ്പോൾ ഇവിടെ എഴുത്തും വായനയും എന്നുള്ള ഒരു ചേർത്ത് വെച്ച ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുക. അപ്പോൾ അങ്ങനെ പുതിയ കാലത്ത് വായനയ്ക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നു, എഴുത്തുകാർക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നു.
ഞാൻ ആലോചിക്കും, ഇപ്പോൾ എഴുത്തുകാരൻ ഏറ്റവും കുറച്ചിരിക്കുന്ന ഒരു സ്ഥലം ഏതാണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ ഏറ്റവും കുറച്ചിരിക്കുന്ന ഒരു സ്ഥലം അയാളുടെ എഴുത്ത് മുറിയാണ്. അതിന് പുറത്താണ് എഴുത്തുകാർ വ്യാപരിക്കുന്നത്. അവർ വൈകുന്നേരം ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ പോയിരുന്ന് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ തോന്നിയിട്ടുണ്ട്, ഒരു സുഹൃത്തിനോട് പറയുകയും ചെയ്തു, അവരൊക്കെ എഴുത്തുകാരല്ല. രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിനകത്ത്. എഴുത്തുകാരായി നടിക്കുന്നവരുണ്ട്. നമ്മൾ KG ശങ്കരപ്പിള്ള ആരും എഴുതിയിട്ടില്ലേ, കഴുതകളായി നടിക്കേണ്ടി വന്ന കുതിരകൾ എന്ന് എഴുത്തുകാരായി നടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു കൂട്ടർ എഴുത്തുകാരല്ല, അവർ സാഹിത്യ പ്രവർത്തകരാണ്. സാഹിത്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയാം, ഇപ്പം പല്ലി ഒരു ജീവി, ചെറിയൊരു ജീവി, അല്ലെങ്കിൽ മുതലയും ഒരു ജീവിയാണ്, രണ്ടും ഏതാണ്ട് ഒരു വർഗത്തിൽ പെടുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു തുള്ളി മുതലയാണ് ഒരു പല്ലി എന്ന് പറയുന്നത് പോലെ നമ്മൾ അത് വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് പറയാം, ഇപ്പം നമ്മൾ കവിത എഴുതുന്ന ഒരാൾക്ക് പറയാം, ഒരു തുള്ളി വൈലോപ്പള്ളിയാണ് ഞാൻ എന്ന് പറയാം. ഞാനും ഒരു തുള്ളി പല്ലിയാണ് എന്ന്, അല്ല ഒരു തുള്ളി മുതലയാണെന്ന് പല്ലി പറയുന്നത് പോലെ ഒരു തുള്ളി വൈലോപ്പള്ളിയാണ് ഞാൻ എന്ന് ഇവിടെ നമുക്കും പറയാൻ പറ്റും. അപ്പോൾ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു വരിയാണ് ഇവിടെ ചേച്ചി ചൊല്ലിയത്. അതായത് മറ്റേ ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ വരി, ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്നാണ് പ്രത്യാശയെക്കുറിച്ച് പറയുന്ന വരിയാണ് വൈലോപ്പള്ളിയുടേത്. അപ്പോൾ ഞാനിങ്ങനെ വൈലോപ്പള്ളി ജീവിതത്തെ വളരെ പ്രത്യാശയോടെ കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പം ഒരു ദിവസം കവി KR ടോണി എൻ്റെ അടുക്ക പറഞ്ഞു, അങ്ങനെ മാത്രമല്ല, വളരെ നിരാശ ബാധിച്ച് ഇനി ഇതിനപ്പുറം നിരാശയില്ലാത്ത വരിയും വൈലോപ്പള്ളി എഴുതിയിട്ടുണ്ട്. ജീവിതമെന്നാൽ ആശകൾ ചത്തൊരു ചാവടിയന്തരം ഉണ്ട് നടക്കൽ എന്നെഴുതിയതും ഇതേ കവി തന്നെയാണ്. എഴുത്തുകാരനും മനുഷ്യനാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കാണുന്നത് പോലെ ഈ കലാകാരൻ അപ്പം വളരെ പ്രത്യാശയോടുകൂടി ജീവിതത്തെ സമീപിക്കാനാണെന്ന് എഴുതിയ കവി തന്നെ മറ്റ് ജീവിതമെന്നാൽ ആശകൾ ചത്തൊരു ചാവടിയന്തരമുണ്ട് നടക്കൽ എന്നാണ് കവി എഴുതിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ OV വിജയനും എഴുതുന്നു, അല്ലെങ്കിൽ മറ്റൊരു വളരെ പോപ്പുലറായിട്ട് നമ്മൾ എഴുതുന്ന ആൾക്കാരുണ്ട്, ജോസി വാഗമറ്റം എന്നൊക്കെ പറഞ്ഞ് അവരും എഴുതുന്നു. അപ്പോൾ ഇത് രണ്ടും രണ്ട് സംവേദനമാണ്. രണ്ട് സംവേദനം ഒരേ സമയം അവർ നടത്തുന്നു. ഇപ്പം ഓട്ടക്കാരെക്കുറിച്ച് പറഞ്ഞാൽ PT ഉഷ ഓടുന്നു, ഞാനും ഓടുന്നുണ്ട്. പക്ഷേ രണ്ടും രണ്ട് തരം ഓട്ടമാണ്. പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് PT ഉഷയുടെ ഓട്ടമാണ് എന്ന് പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നാം നേരത്തെ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ മാഡം പറഞ്ഞു, ONE കുറിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ONE തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ എഴുത്തുകാരല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സ്വയം പരസ്യപ്പലകളായി മാറുന്നതിനെക്കുറിച്ച് ONEയുടെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചു. അതായത് രാഷ്ട്രീയക്കാരെ വലിയ ഫ്ലക്സ് വയ്ക്കുമ്പോൾ നീ മനസ്സിലാക്കണം, നീ ഫ്ലക്സിലേ വലുതാവുന്നുള്ളൂ, ജനങ്ങളുടെ മനസ്സിൽ വലുതാവുന്നില്ലെന്ന് എന്ന് പറഞ്ഞതുപോലെ എഴുത്തുകാരൻ സ്വയം പരസ്യപ്പലകയായി മാറുന്നൊരു കാലമുണ്ട് ഇപ്പോൾ. അതിനെ നമ്മൾ കുറ്റം പറയുകയല്ല വേണ്ടത്. കാര്യം അയാൾക്ക് അതിന് അയാൾ നിർബന്ധിതനായിത്തീരുക. കാര്യം അയാളുടെ പുസ്തകം ചിലവാകണം. അപ്പോൾ അയാൾക്ക് വീട്ടിലിരുന്നാൽ പോരാ, അയാളെ അതിന് പബ്ലിഷർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അയാൾക്ക് വേറെ വഴിയില്ല അതല്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം സിനിമാ പാട്ട് പോലെ ചില എഴുത്തുണ്ട്, കുറച്ച് കാലം കഴിഞ്ഞ് അതങ്ങ് നിൽക്കും. പക്ഷേ യഥാർത്ഥ എഴുത്ത് നമ്മളീ പറഞ്ഞതുപോലെ അത് ഈ ONEയുടെ വരികൾ തന്നെ മാം പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും ചൈതന്യവത്തായ അംശം ഇവിടെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞതുപോലെ ആ എഴുത്തിൻ്റെ അവസാനം അതിൻ്റെ ഒരു അടിയുപ്പായിട്ട് അവിടെ അവശേഷിക്കും എന്ന് വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ പറയാറുണ്ട്, പറഞ്ഞ പോലെ ചില കൂട്ടർ പറയാറുണ്ട്, ഞാനിങ്ങനെ എഴുതാറൊക്കെ ഉണ്ട്, അധികം വായിക്കാറൊന്നുമില്ല കേട്ടോ, വായനയൊക്കെ കുറവാണ്. അപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഇമേജറി, ഒരു പക്ഷി, അതിന് 10 കിലോമീറ്റർ നടക്കാൻ പറ്റും പക്ഷെ പറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പക്ഷിയെ സങ്കല്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയുള്ളൂ നമ്മൾ വായനയില്ലാത്ത ഒരു എഴുത്ത് എന്ന് പറയുന്നത്. അതിന് പുതിയ ഒരു സ്കൈസിലേക്ക് പോകാൻ പറ്റില്ല, പുതിയ ആകാശങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ഒരു പക്ഷിയുടെ ജന്മദൗത്യം എന്ന് പറയുന്നത് നടക്കുകയല്ലല്ലോ, പറക്കുക എന്ന് പറയുന്നത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ വായനക്കാരിലുമുണ്ട് പലതരം സെക്ടേറിയൻ വായനക്കാർ. ഇപ്പം ഒരിക്കൽ കുറേ വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു സെഷനിലാണ് ഇതുപോലെ, നിങ്ങളെന്താ വായിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ എണീറ്റ് പറഞ്ഞു, ഞാൻ വായിക്കും, എന്തും വായിക്കും. അപ്പോൾ ഈ ഡയസിലിരുന്ന ഒരാൾ ചോദിച്ചു, എന്തും വായിക്കും? അപ്പം പിന്നെ ഞാൻ കൈ കിട്ടുന്ന എന്തും വായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു നല്ല വായനക്കാരനല്ല. വായനക്കാരന് എപ്പോഴും പക്ഷാഭേദങ്ങൾ ഉണ്ടായിരിക്കണം.
നമ്മൾ പറഞ്ഞതുപോലെ വളരെ എല്ലാ എസ്തെറ്റിക്സും എന്നുള്ളതല്ല, ചില എസ്തെറ്റിക്സ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരു പരാജയമല്ല. അത് അയാളുടെ ചിന്തയുടെ ഒരു പക്ഷപാതമാണ് കാണിക്കുക. അപ്പോൾ ചിന്തയ്ക്ക് പക്ഷപാതം വേണം, അതിനകത്തിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യം ബഷീറിൻ്റെ കൃതികൾ നമ്മളെല്ലാവരും ഓർക്കും പെട്ടെന്ന് പാത്തുമ്മയുടെ ആട്, അല്ലെങ്കിൽ എന്നെക്കാൾ വളരെയേറെ പറഞ്ഞതുപോലെ വളരെ പരിചയസമ്പന്നനായ സുധാകരൻ സാർ കൊണ്ടിരിക്കുന്നു വായനയിൽ എത്രയോ ദേശങ്ങളും ദൂരങ്ങളും താണ്ടിയാണെങ്കിലും നമ്മൾ ബഷീർ, ഞാൻ പറഞ്ഞു പോകുക എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, ഇതൊക്കെയാണ് ഇഷ്ടമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ അന്നും ഇന്നും ഇതെല്ലാം വായിച്ച് എൻ്റെ ഉപ്പപ്പാക്കരാനേണ്ട എനിക്ക് ബഷീറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം മാന്ത്രിക പൂച്ചയാണ്. മാന്ത്രിക പൂച്ച എന്നെ രസിപ്പിച്ചിട്ടുള്ളത്ര ബഷീറിൻ്റെ മറ്റു പുസ്തകങ്ങൾ എന്നെ രസിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൽപ്പറ്റ നാരായണൻ, ഇപ്പോൾ അദ്ദേഹം ധാരാളമായിട്ട് എഴുതുന്നു. പക്ഷേ 10-30 കൊല്ലം മുമ്പ് കൽപ്പറ്റ നാരായണൻ എഴുതിയ കോന്തല എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. അതാണ് കൽപ്പറ്റ നാരായണൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള പല വായനകൾ, അപ്പോൾ ഞാൻ ഈ പലയിടത്തും വായന, ഇപ്പോൾ നമ്മളിപ്പോൾ വായന ദിനത്തിൽ വായനയെക്കുറിച്ച് സംസാരിക്കാൻ വിളിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഫാദേഴ്സ് ഡേക്ക് വിളിച്ചിട്ട് അച്ഛനെക്കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ നമ്മൾ മദേഴ്സ് ഡേക്ക് അമ്മയെക്കുറിച്ച്, മദേഴ്സ് ഡേക്ക് മാത്രമാണ് അമ്മയെക്കുറിച്ച് ആലോചിക്കുന്നത്. അല്ലെ വായന ദിനത്തിലല്ലല്ലോ നമ്മൾ വായനയെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അതിനങ്ങനെ ദേശമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുസ്തകം എങ്ങനെ വായിക്കണം എന്ന് ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലതരത്തിലാണ് പുസ്തകം വായനക്കാരുള്ളത്. ഇപ്പോൾ ഞാൻ വളരെ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് 400 പേജ് 500 പേജൊക്കെ ഉള്ള പുസ്തകം എൻ വി കൃഷ്ണവാര്യർ 2 മണിക്കൂർ കൊണ്ട് വായിക്കുമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ എൻ വി കൃഷ്ണവാര്യർ എന്ന് പറയുന്ന ഒരു മഹാമനീഷി, അദ്ദേഹത്തിൻ്റെ തേജോമയമായ രൂപം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ഒരിക്കലോ കണ്ടിട്ടുള്ളൂ, എങ്കിലും സംസാരിച്ചിട്ടൊന്നുമില്ല. വളരെ ചെറിയ പ്രായത്തിൽ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഈ മനുഷ്യൻ എങ്ങനെ ഈ 500 പേജ് 3 മണിക്കൂർ കൊണ്ട് വായിക്കുന്നു, അല്ലെ 2 മണിക്കൂർ? അപ്പം ഞാൻ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളപ്പോഴും അവർ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, അത് അദ്ദേഹം പറഞ്ഞത് മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിനെ ഓടിച്ച് വായിക്കുന്ന രീതിയായിരിക്കും. വായന എന്ന് പറയുന്നത് ഏറ്റവും സ്ലോ പ്രോസസ്സായ ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഒരു വരിയിൽ തടഞ്ഞ് നമ്മൾ 2 ദിവസം വായന അവിടെ നിർത്തും. അങ്ങനെ വേഗത്തിൽ വായിച്ച് ഫാസ്റ്റ് ഡ്രൈവിംഗ് ആയിട്ട് പോകുന്നൊരു സാധനമല്ല വായന എന്ന് പറയുന്നത്. വായന വളരെ പതുക്കെ നമ്മൾ താണ്ടേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വായനകളാണ് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ഇത് വായനയ്ക്ക് തന്നെ പല